നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. സമയം കളയുന്നില്ല, കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ടിനിച്ചേട്ടാ ആൻഡ് ബെജുക്കോട്ട ചേട്ടാ. നമസ്കാരം. നമസ്കാരം. തുടങ്ങല്ലേ? ഇരിക്കാൻ റെഡിയല്ലേ? റെഡിയാണ്. ചാലക്കുടി ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ എനർജി ആയിരിക്കും. അവിടുത്തെ മെർച്ചന്റ് അസോസിയേഷന്റെ വനിതാ വിങ്. ഒരു നല്ല കൈഡി സ്വാഗതം. അപ്പോ ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയുടെ കുടുംബത്തിലേക്ക് രണ്ട് പുതിയ ആൾക്കാരോട് വരുന്നുണ്ട്. അവരൊരു ടീമായി ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇപ്പം നേരത്തെ അനീഷ് പാപ്പല്ല, നമുക്ക് ഒക്കെ അറിയാൻ ഇവിടെ രണ്ട് എപ്പിസോഡ് വന്നിട്ടുണ്ട്. ബാക്കി രണ്ടുപേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടുപേരാണ്. ഒരുപാട് സ്കിറ്റ് എന്നവരെ കണ്ടിട്ടുണ്ട്. മണിക്കോട്ട ചേട്ടനും മായ. അപ്പൊ ഒരു വലിയ കൈഡി അവർക്ക് മൂന്ന് പേർക്ക്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഇതൊക്കെ പാട്ടിലുണ്ട്. ഇവിടെ ദോശയും ചമ്മന്തി മാത്രമുള്ളൂ. അതെങ്ങനെയാ? ഈ ദോശ ചുടണം, അത് തിരിച്ചിടണം, മറച്ചിടണം, അങ്ങേരെ പിടിച്ച് തിരിച്ചു കിടത്തണം, ഞാൻ തിരിഞ്ഞു കിടക്കണം. ഞാനിത് കേറി അവിടെ പോകുന്നു. ഒരു കെട്ടിയോനുണ്ട്, ഒരു കുടം വെള്ളത്തിന് പോയേക്കുക. ഇനി മൂക്കറ്റം വെള്ളത്തിലായിരിക്കും വരിക. എനിക്ക് വയ്യ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ തക തക താത്തിനന്തക തൈതാര തകതിനന്തക തൈതാര താത്തിനന്ത. നിങ്ങൾ കടന്ന് തുള്ളാതെ വെള്ളം എടുക്ക്. വെള്ളം എന്തിയേ? ഞാൻ വെള്ളം എടുത്തോണ്ട് ഓടി വന്നപ്പോ തുളുമ്പി പോയതാ. നിങ്ങൾ എന്തിനാ ഓടാൻ നിന്നത്? അത് ഞാൻ വെള്ളം അവിടെ പൈപ്പിൽ പിടിച്ചോണ്ട് നിന്നപ്പോ അപ്പുറത്തെ ഹോട്ടലിൽ മയക്കുമരുന്ന് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്നു. പോലീസുകാരെ കണ്ടപ്പോ ഞാൻ ഓടി കളഞ്ഞു. അതാ ചോദിച്ചത്, പോലീസിനെ കണ്ടപ്പോ എന്തിനാ ഓടിയെന്ന്. ഞാൻ ലഹരിക്കെതിരെ ഓടിയതാ. നിങ്ങൾ ഓടുകയാണെങ്കിൽ ലഹരിക്കെതിരെ ആയിരിക്കില്ല, ലഹരിക്ക് വേണ്ടി ഓടിയതായിരിക്കും. അല്ലടി, ഞാൻ ലഹരിക്കെതിരെ തന്നെ ഓടിയത്. അതെ. അപ്പൊ കഴിഞ്ഞ ആഴ്ച സൂമോ ഓടിയത് ലഹരിക്കെതിരെ ആയിരുന്നു? അല്ല, അത് ലഹരിക്കെതിരെ അല്ല. അത് അവിടെ ഭർത്താവ് ഹരിക്കെതിരെയാ ഓടിയത്. എന്തിന്? ആട്ടോക്കാരൻ സുരേന്ദ്രനോടൊപ്പം ഓടിച്ചോടിയത്. അതെ. ആ ചമ്മന്തി ഒന്നറിയോ? എന്താ? ആ ചമ്മന്തി ഒന്ന് അരക്കോന്ന്? തെറ്റ്. അരച്ചു വെച്ച സാധനമാണ് ചമ്മന്തി. പിന്നെ ആ ചമ്മന്തി എടുത്ത് അരക്കേണ്ട കാര്യം എന്തുവാ? അരച്ച ചന്ദനം മണ്ണക്കും കുങ്കുമം അഴുക്കം നെറ്റിയിലേ. അഴുക്ക നെറ്റിയിലല്ല, അഴക് നെറ്റിയിലേ. എന്റെ നെറ്റിയല്ലേ? അഴുക്കായിരിക്കും. എന്റെ വായെന്ന് വല്ലതും കേൾക്കും കേട്ടോ. ഞാൻ മാത്രം ഉണ്ട് രാവിലെ കഷ്ടപ്പെടാൻ. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനാ പറഞ്ഞേ. നിങ്ങൾ എന്തുവാ കാണിച്ചേ? നീ പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്യാൻ, അതുകൊണ്ടാണ് അങ്ങനെ. അറിയാവുന്നത് വല്ലതും ചെയ്യാനാ ഞാൻ പറഞ്ഞ. 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നില്ല. ഇപ്പൊ എന്താ കുഞ്ഞിക്കാല് കാണണം, അത്രയല്ല ഉള്ളു. കണ്ട, കാടക്കോഴിയുടെ കാലാണ് കുഞ്ഞിക്കാല. കണ്ടോ? നിങ്ങളെ കൊണ്ട് അതൊക്കെ നടക്കൂ. കാടക്കോഴി പിന്നെ നടക്കാതിരുന്ന് നിരങ്ങും. എനിക്ക് എരങ്ങോന്നൊന്നും എനിക്ക് ഒന്നും കേക്കണ്ട. 2 മാസം മുമ്പ് എന്റെ ഒരു മോതിരം പണയം വെച്ചിരുന്ന എല്ലാം ഉള്ളതെല്ലാം കൊണ്ടുവിറ്റു. എനിക്കതൊന്നും എടുത്തതാ. പോയി എന്റെ അരഞ്ഞാണം വരെ കൊണ്ടുവിറ്റ്. എവിടെ അരഞ്ഞാണം കാണണം? അരഞ്ഞാണം കാണാനുള്ളതാണ്. നീ നാട്ടുകാരെ കൂടെ കാണിക്കാൻ. ഞാൻ അതല്ല, നരച്ച കറുത്ത ചരടില്ലയോ, അതിനകത്ത് വവ്വാലി അപ്പി കണക്ക് ഒരു കെണ്ട. അതാ എവിടെ അരഞ്ഞാണം. എനിക്ക് ആ കെണ്ടെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് എന്തോ കെണ്ടയിരിക്കുന്നു. നിങ്ങൾ സത്യം പറ, നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണോ? ഞാനൊരു ഭാര്യയല്ലേ? എന്തെങ്കിലും ഒരു തരി പൊന്ന്, ഒരു പൊന്നിന്റെ പൊട്ട് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പൊന്നിന്റെ പൊട്ടോ? നീ ആരടി? കാവിലമ്മയാ? ഞാൻ കാവിലമ്മയാ. എന്റെ നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം. ഈ തട്ടുകടയിൽ 10 കൊല്ലായിട്ട് എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുക. ഞാൻ ഈ ലോകം കണ്ടിട്ടില്ല, അറിയോ? ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോയിട്ടില്ല. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് ഡിപ്രഷൻ അടിച്ച്. അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ വില കൂടിയ സാധനമൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞ എനിക്ക് വിഷാദ രോഗം വന്നിരുന്നു. അതിന് നിന്നെ ആശുപത്രി കൊണ്ട് കാണിച്ചില്ലേ? അമ്മ, ആശുപത്രി കേസൊന്നും പറയണ്ട. അങ്ങനെ എന്നെ ആശുപത്രി കൊണ്ടായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഭാര്യയല്ലേ, വീട്ടിലിങ്ങനെ ഇരുത്തരുത്, പുറത്തൊക്കെ ഒന്ന് പോയി ഒരു ചേഞ്ച് ഒക്കെ കൊടുക്കണോന്ന്. പുറത്തോട്ട് കൊണ്ടുപോയി. പുറത്ത് കൊണ്ടുപോയിട്ട് എന്നെ 100 രൂപയുടെ ചേഞ്ച് എന്റെ കയ്യിൽ വെച്ചെന്നിട്ട് പറയാ, ഇത്ര മതിയോ അതോ 200 രൂപയുടെ ചേഞ്ചിനെ എടുക്കട്ടെ എന്ന്. ഇതുപോലെ മണ്ടകുണാപ്പനെയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. ഞാൻ ഇതുവരെ ഒരു ലോകം കണ്ടിട്ടില്ല, അറിയോ?
കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെ ഭാരതപ്പുഴയെ കൊണ്ടുവന്ന് ഒഴുക്കാൻ കൊണ്ടുപോയി. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ? അല്ല, ഒഴുകുന്ന ഭാരതപ്പുഴയെ കൊണ്ടുപോയി. ആ, നിന്നെ ഭാരതപ്പുഴ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. ഭാരതപ്പുഴ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോ എന്തുവാ, കുളിക്കണം. അവിടെ ദേ ഇത്തിപ്പൂരം വെള്ളം, കാല് തന്നെയാണ് ഇത്തിപ്പൂരം വെള്ളം. അതിനകത്ത് എങ്ങനെ കുളിക്കും? ഞാൻ ചരിച്ചിങ്ങനെ കിടത്തി, എന്നിട്ട് ഞാൻ വെള്ളം തേവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ കരയുന്നുണ്ടായിരുന്നു, ആരടാ ഭാരതപ്പുഴയെ പോത്തിനെ കുളിപ്പിക്കുന്നത്? അയ്യോ, സ്വന്തം ഭാര്യ പോത്താണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ പറയാനുള്ള ഒരു വീമ്പത്തരം. നിങ്ങളെ ഞാൻ സമ്മതിച്ചു മനുഷ്യ, സമ്മതിച്ച്. വേറെ എങ്ങോ കൊണ്ടുപോയിട്ടില്ല? വേറെ എങ്ങോ കൊണ്ടുപോയി, നിങ്ങളെ ഞാൻ കൊണ്ടുപോയി. ചേച്ചി കേൾക്കണം, ആ വേലിക്കപ്പുറത്തേക്ക് കേക്കണം. ബീച്ച് കാണാം, എടി കടല് കാണാം, ബീച്ച് വാന്ന് പറഞ്ഞോടി. പൊന്നു ചേച്ചിമാരെ, എനിക്ക് കടല് പേടിയാ. അയ്യോ, കായലി കക്ക മുങ്ങി തപ്പി വാരിക്കൊണ്ടിരുന്ന കടല് പേടിയാണ്. ലോജിക്ക്. ഒരു ദിവസം ഞാനും കക്ക വരാൻ പോയി അവിടെ കൂടെ. കാല് തന്നെ കായലി വീണു പോയെന്ന്. എന്നിട്ട് ഈ പേങ്ങത്തി എന്നെ രക്ഷപ്പെടുത്തിയില്ല. ഞാൻ ഈ ഐസ് ക്യൂബ് മധ്യത്തിനകത്ത് കിടന്ന് മുങ്ങി പൊങ്ങുമല്ലോ, അതുപോലെ പൊങ്ങുന്നു രക്ഷപ്പെടുത്തി. അങ്ങനെ നിങ്ങളുടെ കൈ പൊങ്ങി വന്നപ്പോ നിങ്ങളുടെ കയ്യേല് ഞാൻ പിടിച്ചു വലിച്ചില്ലടോ. എന്നിട്ട് വിരല കിടന്ന് മോതിരം ഊരിക്കൊണ്ടങ്ങ്. എന്നിട്ട് കക്ക വരാമെന്ന പെണ്ണുങ്ങൾ എന്നെ തൂക്കിയെടുത്ത് കരയെ കൊണ്ട് കിടത്തി ഒരു ഫ്രഞ്ച് കീസ് പഠിച്ചിട്ടാ പോയെ. അത് ഫ്രഞ്ച് കീസ് അല്ല, അതാണ് കൃത്രിമ ശ്വാസം. അല്ല, അതിനുശേഷം ഒരു ഉമ്മ എനിക്ക്. അവര് വിചാരിച്ചു കാണൂടോ കക്കയുടെ തന്തയെന്ന്. ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. എന്നാ ഇത് മാന്ത അങ്ങോട്ട് ചൊറിഞ്ഞാടി. എവിടെ? ഓ, അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടുമെന്നും പറഞ്ഞ് 3 പ്രാവശ്യമാണ് കടലിലെടുത്ത് ചാടിയത്. കുറച്ചില് മാറിയാ? അയ്യോ, അങ്ങനെ ഒന്നും പറയണ്ട. അങ്ങനെ ഈ മണല് വാരുന്ന ആണുങ്ങളുണ്ടല്ലോ, അവര് വന്നങ്ങനെ മുങ്ങി തപ്പിയെടുത്ത് ഫ്രഞ്ച് കിസ് അടിച്ച് അവിടെ കിടത്തി. അതേ പിന്നെയാണ് ഇങ്ങേര് അവിടെ ചാട്ടം നിർത്തിയത്. മടുത്തെനിക്ക്. ചാട്ടമല്ല, നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്ത്. എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാ മതി. ഈശ്വര, എത്ര ചെറുപ്പത്തിൽ എന്നെ കെട്ടിച്ചു വിട്ടെന്നറിയോ ഇയാളുടെ കൂടെ. എനിക്ക് മടുത്തു. ജീവ, ഞാൻ ഇറങ്ങി വരട്ടെ. ജീവിതം കൊടുക്ക്. നിങ്ങളിത് കാണുക, അധികാരം നിലയ്ക്കുന്ന ശബ്ദം നിങ്ങൾ കാണുക. വിമല ജീവന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോകുന്നു. വിമല ഗോൾ അടിക്കുമോ അതോ ജീവൻ ഗാലറിക്ക് പുറത്തു പോകുമോ? നിങ്ങൾ കാണുക, ഇത് ഘടികാരം നിലയ്ക്കുന്ന സമയം. നിർത്തണോ? അങ്ങേർക്കൊന്ന് ആലോചിക്കാനുള്ള സമയം കൊടുക്കും. ഞാൻ പെട്ടെന്നല്ലേ വന്ന് അറ്റാക്ക് ചെയ്തത്. പറ ജീവ, നിങ്ങളുടെയാണ് തീരുമാനം. മോനെ, നീ അബദ്ധത്തിൽ പോലും എന്ന് പറഞ്ഞ് തുമ്മരുത്. തുമ്മിയാൽ യെസ് എന്നായിരിക്കും കേൾക്കുന്ന. താടി താഴെ വന്നിട്ട് മുകളിൽ വരുന്ന സമയം കൊണ്ട് നിന്റെ തോളെ കയറിയിരിക്കുക. ജീവ, നാട്ടുകാർ പലതും പറയും. പറ ജീവ, എന്റെ ജീവിതം ഇനി ജീവയുടെ കയ്യില. ഒരു തീരുമാനം പറ. എനിക്ക് പേടി, എനിക്കൊരു ഭാര്യയുണ്ട്. ആണ്ടേ, അത് കൊള്ളാം. അപ്പൊ അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഇത്രേ ഉള്ളു. ആടി മക്കളെ, ഞാൻ വന്നോളാം. അയ്യോ, എന്റെ ദോശ കരിഞ്ഞേ. മോനെ പാവോ, ഒന്ന് വരട്ടിയാ നിന്ന് കരയും. ആര്? ഞാൻ. എന്നാ അവിടെ നിന്ന് കരയണ്ട, ഇങ്ങോട്ട് വാ. ദോശ കരിയും. ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം. ഈ സമയം കൊണ്ട് നിങ്ങൾ ദോശച്ചട്ടിയെ കയറി കിടക്കരുത്. ദോശ കസേരയിലും ഇരിക്കരുത്. ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം. നിന്നാണ്. അയ്യോ, ഇനി എന്റെ തല പൊട്ടിത്തെറിക്കാൻ. നമ്മുടെ അന്നമാണ്. കയ്യട് മനുഷ്യ, കയ്യട്. വേദന കാരണം എടുക്കാൻ മറന്നു പോയി. നന്നായി. ഇറച്ചി പോലെ വെന്തല്ലോ. എന്നാ പഴംപൊരി കൂട്ടി അടി. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. വിശക്കണ്. വിഷുക്കണിയോ? വിഷുക്കണിയല്ല, എനിക്ക് വിശക്കുന്നെന്ന്. എടാ, വിശക്കുന്ന ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ആഹാരം മേടിച്ച് കഴിക്കണം, അല്ല ഇവിടെ വന്നല്ല പറയേണ്ടത്. ഇത് ഹോട്ടലല്ലേ? അയ്യോ, ശരിയാണല്ലോ, തട്ടുകടയാണല്ലോ. അവൾ അറിഞ്ഞ എന്നെ ഒരു തുടുക്കും. ഇരി, എന്താ നിനക്ക് വേണ്ടേ? ഇവിടെ ഡിമാൻഡുള്ള എന്തുണ്ട്? ഡിമാൻഡുള്ളത് പൊറോട്ട, ചൂടപ്പം പോലെ വിറ്റ് പോകുന്നത്. ചൂടപ്പം എങ്ങനെ വിറ്റ് പോകും? ചൂട് പൊറോട്ട പോലെ വിറ്റ് പോകും. എന്നാ പൊറോട്ട മതി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. അതാണ്. ചേട്ടനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നീ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ്. അതെ, കറി എന്താ വേണ്ടേ? മുട്ടയും ചാറും. ഞങ്ങളുടെ അടുത്തൊക്കെ മഴയാ ചാറുന്നത്. നിന്റെ അടുത്ത് മുട്ടയാന്നൂടെ ചാറുന്നേ? ഈ മുട്ട പൊതിഞ്ഞുകൊണ്ടെന്ന പേപ്പർ കിടന്നതാണോ? ഏത്? ഈ ചാറിന്റെ കോമഡി. നീ തിന്നണ്ട. ഉഗ്രാം കോമഡി. കേറ്റ്. ഓ,
എന്താ നിന്റെ പേര്? ജസ്റ്റിൻ കുരുവിള. ഭാഗ്യമുള്ളവനാടാ. ആ നിനക്ക് ജസ്റ്റ് കുരുവല്ലേ ഉള്ളു. ഓ ഓരോരുത്തർക്ക് എന്തെന്തും കുരുകളാണ്. ലോണടയ്ക്കാൻ വയ്യാത്തന്റെ കുരു, പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ലാത്തന്റെ കുരു, വീടും വസ്തുവില്ലാത്തന്റെ കുരു, അങ്ങനെ എന്തെല്ലാം കുരുവാണെന്നറിയാം. ചേട്ടാ പിന്നെയാണെങ്കിലേ എന്റെ പേരാ പറഞ്ഞത് ജസ്റ്റിൻ, വീട്ടിന്റെ സ്ഥലപ്പേരാ കുരുവിള. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? ഇവിടെ ജോലി എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ ആകെ വെള്ളം എടുക്കുന്ന ജോലി അതാ ഞാൻ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ ഞാൻ അതിന് ചെയ്തോളാം. അപ്പൊ പിന്നെ ഞാൻ ഊഞ്ഞാലാടാൻ പോണം. എന്നാ ഞാൻ ഊഞ്ഞാലാടാൻ പോവാം, ചേട്ടൻ വെള്ളം എടുത്തോ. എടാ നിനക്ക് എന്തെങ്കിലും ജോലി അറിയാവോ? ഒന്നും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ ജോലി ചെയ്യുന്നേ? എന്തെങ്കിലും കാണിച്ചെന്നാ ഞാൻ അതുപോലെ ചെയ്തോളാം. ഞാൻ കാണിച്ചു തരുന്നതൊക്കെ നീ ചെയ്യോ? ചെയ്യാം. ശരി, ഞാൻ നാക്ക് കൊണ്ട് മൂക്കേ തൊടുണ്ടാ, ചെയ്യാവോ? എന്നാ മൂക്കിന്റെ കൊണ്ടുവാ. എന്റെ മൂക്കേലല്ല, നിന്റെ മൂക്കേ. സ്വന്തമായിട്ടാ? അയ്യോ അത് പറ്റൂല. അത് ചേട്ടനിപ്പോ എത്ര വയസ്സുണ്ട്? 19 വയസ്സുണ്ട്. അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാ. ചേട്ടൻ ഒരു 70 വയസ്സാകുമ്പോഴേ നാക്ക് ഉച്ചിയിലെത്തും. സത്യം പറഞ്ഞിട്ടല്ലേ ചേട്ടാ? ചേട്ടാ ഈ ആഹാരം കൊണ്ട് തന്നപ്പോ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരണം. അതെന്താ നിന്റെ അമ്മയ്ക്ക് മീശയുണ്ടോ? ആരെങ്കിലും കണ്ടാ മുട്ട കയറി വായി കടിച്ചിരിക്കാൻ തോന്നുമല്ലോ. ഞാൻ ആരുമില്ലാത്ത വീട്ടിലെയാ ചേട്ടാ. നീ എന്തിനാടാ ആരുമില്ലാത്ത വീട്ടിൽ കയറി കിടക്കുന്നത്? അതല്ല, ഞാനൊരു ഓർഫനാണ്. അപ്പൊ അതെടുത്ത് വെച്ച് വായിച്ച് ജീവിച്ചൂടെ? ഏത് ഓർഗൻ? അതല്ലെന്ന് ചേട്ടാ, എന്റെ വീടെന്ന് തറവാടൊക്കെ ഉണ്ടല്ലോ, അത് ക്ഷയിച്ചതാ. അപ്പൊ പുലേനാർ കോട്ടാ അവിടെ എന്തോന്ന്? അതല്ലേടാ ക്ഷയരോഗത്തിന്റെ ആശുപത്രി. അതല്ല ചേട്ടാ, ഞാൻ ജനിച്ചതേ ഒന്നുമില്ലാതെ. ഞങ്ങള് പിന്നെ ഷിർവാണി ഇട്ടോണ്ടല്ലേ ജനിച്ചത്. എല്ലാരും ജനിക്കുന്നത് ഒന്നും ഇല്ലാതാ ജനിക്കുന്നത്. കളവാ അതല്ല. എനിക്ക് ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, സഹോദരന്മാരുമില്ല. ഞാനാണ്. കരയല്ലടാ മകളെ, നിന്റെ വിഷമം മനസ്സിലായി. എടാ എനിക്ക് കുട്ടികളില്ലല്ലോ. കൂടെ പോയി ഒരു ഊട്ടിയില്. എടാ പിള്ളേരല്ലേ എനിക്ക്. കുട്ടികളില്ലേ? അയ്യോ, കുട്ടികളുണ്ടാവുള്ള എളുപ്പ വഴിയുണ്ട്, എനിക്കറിയാം. സ്കൂളിന് മുമ്പേ കൂടെ പോകുമ്പോ പതുക്കെ പോയാൽ മതി. അതെന്തിനാ? അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പതുക്കെ പോവുക കുട്ടികളുണ്ടെന്ന്. നിന്റെ അച്ഛനും അമ്മയൊക്കെ നിനക്ക് നഷ്ടപ്പെട്ട എങ്ങനെയാണെന്നറിയാവോ? നിന്റെ വായിന്ന് വരുന്ന കേട്ട് അവര് ഇറങ്ങി ഓടിയതായിരിക്കും. അറിയാതെ മകളെ, നിനക്കിപ്പോ എന്താ വേണ്ടേ? നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണം, ആണോ? ഒരു നേരത്തെ അച്ഛൻ വേണം, ഒരു നേരത്തെ അമ്മ വേണം. ഞാൻ നിന്റെ അച്ഛനാവാ. വിളിച്ചോട്ടെ. വിളി. അത് വേണ്ട, മാറി കിട്ടുന്നുണ്ട്. അതെ, എന്റെ ഭാര്യ വിമല ഒരു സർപ്രൈസ് ഉണ്ട്. എന്നാ മേളിൽ ചെറി വെച്ചത് മതി. എന്തുവാ? കപ്പൈസ്. നിന്നെ നാട്ടി കയറ്റുവോ ആൾക്കാര്? ഇതൊക്കെ കൊണ്ടാ. വിമല എന്റെ ഭാര്യ, നിനക്കമ്മ കേട്ടോ. അവൾ വരുമ്പോഴേ നീ അമ്മയെ വിമലയാണ് എന്റെ അമ്മയെന്ന് പറയണം. അവക്കൊരു സർപ്രൈസ് ആയി പോയി. ഓക്കെ? പേര് ഓർത്തിരുന്നോ? വിമല. വരുന്നത് നിന്റെ തള്ള. ഓ പോലീസ് പിടിച്ചോ? അതല്ല, ഞാനേ ആ കിണറ്റിൻകരയില് വെള്ളം കോരിയോണ്ട് നിക്കായിരുന്നേ. അപ്പൊ കൊറേ ആണുങ്ങൾ അവിടെ നിക്കുക. അവര് പറയണേ ആ ചേച്ചിയെ കാണാൻ അന്നാരാജനെ കൂട്ട് തന്നെ ഇരിക്കുന്നെന്ന്. എനിക്കങ്ങ് സന്തോഷം കൊണ്ട് എന്റെ അന്നാരാജനാണെന്ന് ഞാൻ. അയ്യോ എന്റെ ദൈവമേ. എങ്ങനുണ്ട് നിന്റെ തള്ള? അല്ല തള്ള. എന്താ ആയിരിക്കുന്ന പയ്യനെ കണ്ടോ? നിനക്ക് കുട്ടികളില്ല എന്നുള്ള വിഷമമല്ലേ? നീ അറിയാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന എൻ്റെ മോനാണത്. ഡേയ്, നിന്റെ അമ്മ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവത്തിന്റെ ഫീലിംഗ് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പാട്ട് പാടിയാലേ മനസ്സിലാവുള്ളൂ. മ്യൂസിക് ഈസ് എ തെറാപ്പി. കൊച്ചുണ്ടായി ഫീലിംഗ്സ്, കൊച്ചുണ്ടായി ഫീലിംഗ്സ്, കൊച്ചു 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 ഫീലിംഗ്സ്, കൊച്ചുണ്ടായി ഫീലിംഗ്സ്. അടി തൊലയ്ക്കുന്നതിന് മുമ്പ് ചെന്ന് പറയടാ നിന്റെ അമ്മയുടെ പേര് പറ. അവന്റെ അമ്മയുടെ പേര് കേട്ടാ നീ ഞെട്ടും. പറയടാ മകളെ. അമ്മയുടെ പേര് ജലജ. അയ്യോ, പപ്പടക്കാരി ജലജ. അപ്പൊ പപ്പടക്കാരി ജലജയിൽ ഉണ്ടായ കുഞ്ഞല്ലയോ ഇത്? ഇത്ര പെട്ടെന്നാ വള്ളുവനാട്ടേക്ക് പോയത്. അമ്മയുടെ പേര് പറ. അമ്മയുടെ പേര് വനജ. അയ്യോ, പാലക്കുകാരി വനജയുടെ മോൻ തന്നെ. അമ്മയുടെ പേര്? അമ്മയുടെ പേര് വിലമ. വിമലല്ലടാ, ഒരു തള്ളയുടെ വിലാപം. വിലാപം ഒരര അടിച്ചതാ മൊത്തം പോയി.
ഞാൻ പറയുന്നു. നിങ്ങൾ അവനെ പറഞ്ഞു വിട്. ഇറങ്ങടാ, എന്റെ കടയിൽ നിന്ന് ഇറങ്ങടാ. നീ എന്റെ മോനും അല്ല, ഞാൻ നിന്റെ അച്ഛനും അല്ല. അപ്പൊ അനാഥനാടുകൾക്ക് എന്നെ ഇറക്കി വിടാം. ഇറക്കി വിടുന്നതിന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു പൊറോട്ട കട തരുമോ? കേട്ടടാ വിളിച്ചു. ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. പറന്നു വരുന്നത് കേക്കല്ലല്ലോ, പറന്നു വരുന്നത് കൊക്കല്ലേ. ഞാൻ പറയുന്ന ഒന്ന് സീരിയസ് ആയിട്ട് ഇരിക്കുമ്പം അതിന്റെ ഇടയ്ക്ക് കോമഡി പറയുന്നത് നിന്റെ മനസ്സുണ്ടല്ലോ, കാണാതെ പോകും. എടി, ഞാൻ പറയുന്നത് കേക്ക്. അവൻ എവിടുന്നോ ആഹാരം കഴിക്കാൻ വന്ന് അവന്റെ അടുക്ക ഞാൻ പറഞ്ഞു അവൻ അച്ഛനില്ല അമ്മയില്ല, എന്നാ ഈ ഞങ്ങളുടെ ഞാൻ ദത്തെടുത്തോളാന്ന് പറഞ്ഞ് അതാ പറഞ്ഞത്. അതായിരുന്നു. ആ വന്നേണ് എന്തിനാ ദർത്തെടുക്കുമ്പോ നല്ലത് നോക്കി എടുക്കളിയാ. ഈ മുതുക്കനൊക്കെ കൊണ്ട് നമ്മൾ എന്തോ കാട്ടാനാ. വല്ല ചെറുതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണനയെങ്കിലും കിട്ടും. എടി, കൊച്ചിനെ കൊണ്ടുവന്ന് പാല് കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി ഈ കാശ് കൊടുത്ത് ഡിഗ്രി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൊറോട്ട അടിപ്പിക്കാനല്ലേ? അവനെ കണ്ടാ അറിയാം പൊറോട്ട അടിക്കുന്നവനാ. ഒരു പൊറോട്ട കട വേണം. കണ്ടോ? ചേട്ടാ, എന്തോ ആവട്ടെ, നമുക്ക് വയസ്സാം കാലത്ത് ഒരു കൂട്ടാവുമല്ലോ. വയസ്സാം കാലത്ത് ഫ്രൂട്ടോ? കൂട്ടല്ല, വയസ്സാം കാലത്ത് ഒരു കൂട്ടാവുമല്ലോ. കൂട്ടാവുമല്ലോ. മകളെ, ഇന്ന് മുതൽ നീ ഞങ്ങളുടെ ദത്തുപുത്രൻ തന്നെയാണ്. ശരി, അനുഗ്രഹം വാങ്ങിച്ചോ. എടാ, അനുഗ്രഹം വായിരേ. മോനെ, ആ ബാഗ് ഇത് അവിടെ ഇരിക്കുന്നോണ്ടാണ് മാറ്റി. ബാഗ് ഞാൻ തരൂല. എടാ, അങ്ങോട്ട് മാറ്റി. ബാഗ് എനിക്ക് വേണം. എന്തൊന്ന് നോക്കൂടെ? പിടിക്കരുത്, പിടിക്കരുത്, പിടിക്കരുത്. ഇതെത്രയാണ്? അത് പിന്നെ ഗ്രീൻ ടീ പൊടിച്ചത്. ഇടുക്കി ഗോൾഡ്. അയ്യോ, സ്വർണ്ണമാണോ? സ്വർണ്ണമല്ലടി, കഞ്ചാവ്. അയ്യോ, നീ ആണ്ട് ലഹരിയും കൊണ്ട് ഓടുമ്പോ ചൂളം വിളിച്ചതേ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഇത് കിട്ടണം. തട്ടുകടയുടെ മറവിൽ അവൻ കഞ്ചാവ് വിൽക്കാൻ വന്നതായിരിക്കും. പോലീസിനെ വിളിക്കില്ലേ? അവൻ എന്തായാലും ഓടി. ഇത് നമ്മുടെ കയ്യിലിരിക്കുക. നമ്മളെ പോലീസ് പിടിക്കും. ഞാൻ പറമ്പിൽ കൊണ്ടുവന്ന് വലിച്ചത്. പറമ്പിൽ കൊണ്ട് കളയല്ലേ? പോലീസ് പട്ടി ഒന്ന് മണപ്പിക്കും. ഒരു കാര്യം ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് കളയും. മനുഷ്യൻ എന്തെങ്കിലും ചെയ്ത് എവിടെ ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുപ്പിലിട്ട് കത്തിച്ച് കളയാം. എന്നറിയോ, നമ്മളിത് കത്തിക്കുമ്പോഴേ ലഹരി ഇനി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരും കൂടെ അത് കത്തിച്ചോട്ടെ. ഒരു കാര്യം ചെയ്ത് കത്തിച്ചോളാം. ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ? വേഗം വേഗം കത്തിച്ചോളയാണ. അണ്ണാ, as is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. രാജ്ഞി, ഈ കൊട്ടാര നിവാസികളോടെല്ലാവരും പറയാനുള്ളൊരു സത്യം എനിക്കുണ്ട്. രാജ്ഞിയുടെ സ്വർണം ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചതല്ല നീ വിചാരിച്ചേ? സ്വർണം കൊണ്ട് പണയം വെച്ചു ഞാൻ വിചാരിച്ചു. പണയം വെച്ചല്ല, പിന്നെ ഒളിപ്പിച്ചു വെച്ചതാണ്. ഒളിപ്പിച്ചു വെച്ചതാ? ഒളിപ്പിച്ചു വെച്ച് അണ്ണ പറയണ്ട, എവിടെ ഒളിപ്പിച്ചു വെച്ചാ സ്വർണം? ഓസം പാളികളുടെ ഇടയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓസോൺ പാളിയുടെ ഇടയിൽ നീ പോയി നീ എടുത്ത വളരെ ശ്രദ്ധിക്കണം. തെക്ക് കിഴക്ക് ഭാഗത്ത് ഓസോൺ പാളികളിൽ വിള്ളൽ വീണിട്ടുണ്ട്. ചേണി വെച്ച് കയറുമ്പം തെരിയടിച്ച് വീഴും. എന്റെ ദൈവമേ, ലഹരി കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിച്ചെന്ന് ഞാൻ കേട്ടിട്ടുള്ളേ. ഇപ്പൊ ഞാൻ കണ്ടേ. എന്റെ ദേവിയേ, അണ്ണാ, നീ ഞാൻ എന്തോ ചെയ്യണം? നീ പോക്കോ, ഞാൻ പോക്കാം. സ്കിറ്റായിരുന്നു. ഒരു വലിയ കൈഡ് വരട്ടെ രണ്ടുപേർക്കും. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളുടെ മെയിൻ ആള് നസീർക്ക. മണിക്കുട്ടാ, മായേ, ഇത് ഐറ്റം വേറയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പാപ്പാല അനീഷ് നേരത്തെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും പുതിയതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. എന്താ ഇത്ര വൈകിയത്? അതിനെല്ലാവരോടും ഒരു സോറി ചോദിക്കുക. ഇവിടുന്ന് സാറ് വിളിച്ചിരുന്നു, അർജുൻ സാറൊക്കെ. പക്ഷെ ആ സമയത്ത് എനിക്ക് വേറെ വർക്ക് കമ്മിറ്റഡ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല.
മണിക്കൂറിന് വർക്കൊന്നും ഇല്ലാത്തോണ്ട് വരാനും പറ്റും. എന്തായാലും നിങ്ങൾ വൈകിയാണെങ്കിലും വന്നത് ഒരു മുതലുമായിട്ടാണ്. ഈ വേദിയുടെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാണ് ഇവിടെ ചെയ്തത് കേട്ടോ. കാര്യം നമുക്കിവിടെ ആവശ്യമുള്ളത് നിങ്ങൾ തന്നു. നമുക്കിവിടെ വേണ്ടത് നോൺ സ്റ്റോപ്പ് ചിരിയാണ്. ആ ചിരി നിങ്ങൾ തന്നു. നിങ്ങളെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ കളിയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഓഡിയൻസ് നിങ്ങളെ അതേപോലെ പ്രോത്സാഹിപ്പിച്ച ഒരു ഓഡിയൻസാണ് ഇത്. അപ്പോൾ എന്തായാലും ഈ ഐറ്റം ഈ ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിച്ച ഈ ഐറ്റം ഗംഭീരമായിരുന്നു. 100-ൽ 100ആയിരുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റങ്ങളാണ് നമുക്കിവിടെ ആവശ്യം. അത് നമ്മളിവിടെ വരുന്ന എല്ലാ ടീമിനോടും പറയാറുണ്ട്. നിങ്ങൾ ഇത് കേൾക്കാതെ അതുകൊണ്ട് തന്നതിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഒരുപാടൊന്നും വർണ്ണനകൾ തരുന്നില്ല. നിങ്ങൾ ആർട്ടിസ്റ്റുകൾ 3 പേരെയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഒരുപാട് വർണ്ണന തരാതെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീര സ്കിറ്റുമായിട്ട് ഇതേപോലെ എന്ത് എനർജി ആയിരുന്നു നിങ്ങളുടെ കളിക്ക്. മായക്ക് എന്താ മായേ ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. 3 പേരും. നീ പിന്നെ സാധുവായിട്ട് അനീഷ് പാപ്പ അവനിങ്ങനെ സാധുവായിട്ട് ഒരു അടിപൊളി ക്ലൈമാക്സ് നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റിയ ഒരു ക്ലൈമാക്സ് ആയിരുന്നു. എന്തായാലും ഗംഭീരമായി. അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ പൊരിപ്പനായിരുന്നു. പൊരിപ്പൻ കിട്ടില്ല സാധനം കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം നിങ്ങളുടെ കളി വേറെ ഫ്ലോറുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൂടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് തന്നു. കാരണം ഇവിടെ ചിരിയാണ് ആവശ്യം. അതിൻ്റെ മൂർധന്യാവസ്ഥയായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല കിടില ബിറ്റുകളായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരോടും ഒരു നന്ദി പറയാനുണ്ട്. സുദർശൻ ചേട്ടൻ, ശശാങ്കൻ ചേട്ടൻ, പിന്നെ രാജേഷ് ചേട്ടൻ, എല്ലാവരോടും. ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പലതും മറന്നു പോകും. അതുപോലെ ഇരുന്ന് ഈ സ്കിറ്റ് നമുക്ക് എന്ത് ആലോചിച്ച് വെക്കണമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞ മറ്റേ ഡിപ്രഷൻ അടിക്കുന്ന സാധനമില്ലേ, എനിക്ക് ഭയങ്കര ഡിപ്രഷൻ. അത് ശരി, ഞാൻ അറിയാണ്ട് കൂടിയ സാധനം, വില കൂടിയ സാധനം, അതൊക്കെ ഭയങ്കര രസമായിരുന്നിട്ടാ. നിങ്ങളിങ്ങനെ 100 പോണ സമയത്ത് അനീഷ് വെറും പാവത്തിനെ കൂട്ട് ഒരു 0 ആയിട്ടാണ് വന്നത്. പക്ഷെ ആ 100 ലെവലിൽ നിന്ന് ഒരിക്കലും താഴെ ഇറങ്ങിയിട്ടില്ല. അതാണ് അതിന്റെ ഹൈലൈറ്റ്. കാരണം ആ 100 പോണ സ്കിറ്റ് ഒരാൾ തളർന്ന് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോകേണ്ടതാണ്. അനീഷ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 150 ആയി തോന്നുന്നുണ്ട്. സാധനം വേറെ അല്ലേ? അല്ല, തളർന്നിരുന്നുകൊണ്ടുള്ള പെർഫോമൻസ്. എന്താ പേരെന്ന് വെച്ചപ്പോ ജസ്റ്റ് കുരുവിള. ആ ജസ്റ്റ് കുരുവിള അതൊക്കെ ഒരു അതെ. സാധാരണ തമാശ അങ്ങനെ വരാൻ ഭയങ്കര പാടാണ്. അതുപോലത്തെ പേര് വെച്ചിട്ടുള്ളത് അതൊക്കെ ബ്രില്യന്റ് കോമഡി ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനൊരു അവസാനം വരെ നല്ല രസമുണ്ടായിരുന്നു. മായയുടെ ഇങ്ങോട്ട് വന്നുള്ള പെർഫോമൻസ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കും, നമ്മൾ മറുപടി പറയും. ഈ ഒരു ലവ് ട്രാക്കില്ലേ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കിടിലം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് വരവറിയിക്കുക എന്നൊക്കെ പറയൂല നമ്മൾ, അത് നിങ്ങൾ 100% വരവറിയിച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. അടിപൊളി. ക്ലൈമാക്സും ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. ക്ലൈമാക്സ് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇപ്പൊ ഈ ട്രോളിലൊക്കെ കേൾക്കാറുണ്ട്, നമ്മൾ വായിക്കാറൊക്കെ ഉണ്ട്. ഇത് സാധാരണ വലിച്ചൊന്നുമല്ല, ഇത് കത്തിച്ച് പുകച്ചാണെന്നൊക്കെ പറയാറില്ലേ, അത് നമ്മൾ ശരിക്കും കണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ചേട്ടാ. ഇത് ഐറ്റം വേറെ എന്നുള്ള പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ, കാരണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഐറ്റം വേറെ വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഐറ്റം വേറെ ആയിരുന്നു. പിന്നെ മണിക്കുട്ടൻ ഇത്ര ലൗഡറായിട്ട് കളിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ വളരെ സോഫ്റ്റ് ആയിട്ടല്ലേ, ഞാൻ ഇത്രയും എനർജി കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം മണിക്കുട്ടൻ്റെ ഏത് സ്കിറ്റ് എടുത്തത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും. സലീം കുമാറിന് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുമാണ്, അത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വേറെ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. മായ പിന്നെ സ്ഥിരം വന്ദേ ഭാരത്തിൽ പോയിട്ട് തുടങ്ങിയ പിന്നെ നിർത്തൂല. വന്ദേ ഭാരത്തിന് പോലും 3 സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് മാത്രമുള്ളൊരു ട്രെയിൻ ഇത്. ഇടയ്ക്ക് ഒരു കട്ട് പോലും ഇല്ല. അത് എന്റെ അടുത്ത് പറയും താത്തരുത് കേട്ടോ, താത്ത ബാക്കിയുള്ളവർക്ക് കളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, താത്തരുത് എന്ന് പറയും. അപ്പൊ അതൊരു ഉള്ളില്. പക്ഷേ പാപ്പാല കളിക്കുന്നത് വേറെ താത്തി തന്നെയാണ് കളിച്ചത്. അല്ല, ഇവരുടെ ലെവലിലല്ല കളിച്ചത്, വേറൊരു മോഡുലേഷൻ ആണ്. പക്ഷേ നിങ്ങളുമായിട്ട് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പണിയാണ് ആ ഒരു സോഫ്റ്റ് കളി എന്ന് പറഞ്ഞത്. ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സും. പിന്നെ ഈ തട്ടുകട എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചന്ന് പോലെ കാണുന്നതാണ് അല്ലേ. സിനിമയിൽ നോക്കിയാൽ കാണാൻ പറ്റും, നാടകത്തിലുണ്ടാവും, സ്കിറ്റിലുണ്ടാവും, സീരിയലിലുണ്ടാവും. ഞങ്ങളൊരു 500 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് 5 സ്റ്റാർ തട്ടുകട. പക്ഷെ തട്ടുകടയൊന്നും ചിന്തിക്കാൻ, അതൊരു ആക്ടിവിറ്റി മാത്രം ആക്കി മാറ്റി നിങ്ങൾ. ആ പെർഫോമൻസിന്റെ മുമ്പിൽ തട്ടുകട തന്നെ മറന്നു. കാരണം അതൊരു ആക്ടിവിറ്റിയാണ്. കാരണം പൊറോട്ട കൊടുക്കുന്നു, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുമില്ല. വളരെ
അതേ സിനിമാറ്റിക് രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഇവര് തട്ടുകടയിൽ വന്നതിന് ശേഷം അനീഷ് അവിടെ ഇരുന്ന് പൊറോട്ട തിന്നണ സമയത്ത് ഇവര് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്തൊരു ആക്ടിവിറ്റി കാണിച്ചു വെച്ചാൽ പൊറോട്ട ഇങ്ങനെ പിടിച്ചു അത് സ്ക്രിപ്റ്റിലുള്ളതാണോ? അല്ല, ശരിക്കും പൊറോട്ട അത്ര കട്ടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, പാപ്പാല ഇവിടെ ഇപ്പൊ ചെയ്തെന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ചെയ്തങ്ങ് വിടുവായിരുന്നു. ലൈവ് പെർഫോമൻസ് ആയിരുന്നു. കാര്യം അങ്ങനെ കോമഡി ചെയ്ത് ഫലിപ്പിക്കാന്ന് ഭയങ്കര പാടുള്ളൊരു ഇതിന്റെ ത്രെഡിന്റെ ഇത് ക്ലൂ പറഞ്ഞത് ഇവൻ പറഞ്ഞത് ഞാൻ ഇവനെന്ന് വിളിക്കുന്ന ബഹുമാനക്കുറവുണ്ടല്ല, കൊച്ചുനാൾ പോലെ അവൻ വിളിക്കുന്ന ഒരേ ഒരാള് അനീഷ്, അതുകൊണ്ടാണ് അപ്പോൾ ഇവൻ പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ച് ഫോക്കസ് ഔട്ടായി പോകുന്ന ഒരാള്. അത് ക്ലൈമാക്സ് അവിടുന്ന് ഇങ്ങോട്ടാണ് സ്കിറ്റ് എഴുതിയത്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് എഴുതി തുടങ്ങി. സാധാരണ ഇവിടെ വരുന്നതല്ല മിക്കവർക്കും നമുക്ക് ക്ലൈമാക്സ് ഒന്ന് എത്തിപ്പിടിക്കാനാണ് പാട്. ഇപ്പൊ നിങ്ങൾ ആദ്യം ക്ലൈമാക്സ്. അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന ബസ് ഇരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്ന അപ്പോഴേ ഈ ഒരു ട്രോള് കണ്ട് ഈ കൂട്ടിയിട്ട് കത്ത് ചാവി പിടിച്ചെന്ന് പറഞ്ഞിട്ട് സ്കിറ്റാണല്ലോ. അപ്പൊ അണ്ണനെ വിളിച്ച് സ്വന്തം അല്ലായിരുന്നില്ല, ആരുടെയാണ് സ്വന്തം. സാധാരണ മദ്യപിക്കുമ്പോഴും സിഗരറ്റ് വലിക്കുമ്പോഴും അടിയിൽ എഴുതി കാണിക്കണ്ട, ചായ തിളപ്പിക്കുമ്പോഴും നമ്മൾ എഴുതി കാണിക്കേണ്ട ചായപാത്രത്തിലല്ലേ തിളപ്പിച്ചത്. അത് തന്നെയല്ല, അതിനകത്ത് ആ മിന്നാരത്തിന്റെ ഒരു സാധനം കൊണ്ടുവന്നത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ആ മിന്നാരത്തിന്റെ അമ്മയുടെ പേര് മാറി. സാധാരണ വെടിക്കെട്ടുകാരാണ് ഞെട്ടിക്കുന്നത് ഉണ്ടൊക്കെ പൊട്ടിച്ചിട്ട്. ഇത് ഐറ്റം വേറയിൽ വന്നിട്ട് നിങ്ങൾ വെടിക്കെട്ടുകാരായി മാറിയുന്നുള്ളൂ. അപ്പോ ഐശ്വര്യമായിട്ട് ഇവർക്ക് മാർക്ക് കൊടുക്കുന്ന ചടക്കിലെ ഞങ്ങൾ കാണാം. ഞാൻ ഒരു 25,000 രൂപ കൊടുക്കാം. ഓ കലക്ക് 25,000 രൂപ. ചേട്ടാ, ഇവൻ എന്റെ തട്ടുകടയില് എന്റെ സഹായിയായിട്ട് വന്നാണ്. ഒട്ടും കുറക്കൂല ഞാൻ. 25,000 തന്നെ. ഓ, രണ്ടുപേരോട് 50,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക നമ്മൾ ഒട്ടും കുറയ്ക്കല്ലോ. ശരിയല്ലല്ലോ, അവര് പുതിയതായിട്ട് നമ്മുടെ ഇതിലേക്ക് വന്നപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് വലതുകാലം വെച്ച് ഐറ്റം വേറിലേക്ക് വന്ന ആദ്യത്തെ സ്കിറ്റാണ് സിൽവർ ബഞ്ച്. അടിപൊളി. സന്തോഷമായിട്ട് മണിക്കടി ചേട്ടൻ തന്നെ തുടങ്ങാം. സന്തോഷം പറയും. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഇങ്ങനെ പേരെടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും തീരുകയല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ ചോദിക്കുകയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരൊക്കെ? ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. ഭാര്യയുടെ പേര് സിന്ധു. മക്കളുടെ പേരോ? സാഹേബ് ദ്രാവിഡ് മൂത്ത ആളാണ്. വൈഫ് വീട്ടിൽ തന്നെയാണോ അതോ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ തന്നെയാണ്. ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്ന വൈഫ്. അതാണ് ചോദിച്ചത്. ടീച്ചറാണ്. കണ്ടോ, നീ അത് കേക്കടാ, ഇങ്ങോട്ട് കിടന്ന് അത് ശ്രദ്ധിക്കണം. എന്താ വീട്ടിൽ വരാൻ പാടില്ല. പിന്നെ മോളുണ്ട്, കല്യാണി. മോള് ഇപ്പൊ MA പഠിക്കുന്നു. എന്റെ പ്രായം അറിയിക്കാനുള്ള എല്ലാ. അപ്പൊ മോൻ എന്താണെന്ന് പറയണം. നമ്മള് വീട്ടുകാർ വിശേഷങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് അവനെ കൂടെ കൊണ്ടുവരണം. അതെ, മനസ്സിലായി വളഞ്ഞു കുത്തി എന്തിന്. മായയുടെ വീട്ടിലാ ഞാനും അമ്മയും ഞാനും. കല്യാണം കഴിച്ചില്ല. സമയമില്ല, നമുക്ക് സ്കിറ്റ് നോക്കണ്ടേ. അമ്മ സുഖമായിട്ടിരിക്കണോ? അമ്മയുടെ പേര് രാധ. ഓക്കെ. ചേട്ടനെ ചോദിച്ചായിരുന്നു നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ? ഇല്ല. പാപ്പാലയുടെ വീട്ടിൽ ആരൊക്കെയാ? വീട്ടിലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, വൈഫ്. എനിക്ക് മോളാണ്, 6 വയസ്സായി. 6 വയസ്സ്. മോളുടെ പേര് ആവണി. കുറെ വണ്ടികളും ഇല്ലേ? കുറെ വണ്ടികളുണ്ട്. നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട് വീട്ടില്. വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ പേര് വീണ. അവളൊരു വെഹിക്കിൾ ഇൻഷുറൻസിൽ ജോലി ചെയ്യണം. അനീഷിന്റെ സിനിമ ഞാൻ കണ്ടിരുന്നു. അനീഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഷാജോന്റെ പടത്തിൽ നല്ല ഗംഭീര ക്യാരക്ടറാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. CID രാമേന്ദ്രൻ. അതെ, ഞാനും അതിലുണ്ട്, ആരും കണ്ടില്ല. അതിൽ കുറെ മ്യൂസിക്കാരുണ്ട്. അനുശേട്ടാ സന്തോഷം പറയൂ. സിൽവർ പഞ്ചല്ലേ? സന്തോഷമുണ്ട്. കാര്യം കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഞാൻ നമ്മുടെ ഡയറക്ടർ സാറിനെ കാണാതെ വിളിച്ചാണ് പോയത് ഇവിടുന്ന്. അപ്പൊ എനിക്ക് ഇന്നത് കഴിഞ്ഞിട്ട് പുള്ളി നേരിട്ടൊന്ന് കാണണം ആഗ്രഹം. അപ്പൊ ഞാൻ റിഹേഴ്സൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പുള്ളി നേരിട്ട് കണ്ടിട്ട് പോകണം. അപ്പൊ അത് എനിക്ക് കിട്ടിയ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ കൂടുതലായി മണിക്കൂർ ചേട്ടനെ സ്കിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് പറഞ്ഞ പുള്ളി എന്ത് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. പുള്ളി ഒരു നോട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടും. ഇത്രയും ഒരു കോമ്പിനേഷൻ കിടക്കുന്നതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഇവരൊന്ന് ഭയങ്കര ധൈര്യമായി. പിന്നെ മായയുടെ കാര്യം പറയേ വേണ്ട. മായ ഓൾറെഡി ഒരു സക്സസ്ഫുൾ ആക്ട്രസ് ആണ്. സത്യം എല്ലാം ഇമോഷണൽ ആയാലും ഡ്രാമാറ്റിക് ആയാലും കോമഡി ആയാലും ഡാൻസ് ആയാലും എല്ലാം ചെയ്യുന്നത്. എന്തായാലും ഒരിക്കലും നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ കൂടെ സന്തോഷം പറഞ്ഞേട്ടെ. എന്റെ സന്തോഷം അല്ല, അതല്ല, വീണ്ടും ഇവര് ഇത് തന്നെ തരണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ
മായ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇതിന് മുകളിൽ വരാനായിട്ടാണ്. ഇതിലപ്പുറം വരണം. 75 അടുത്ത് ഇവിടെ പൈസക്ക് പരിധിയില്ല. നിങ്ങൾ എത്രത്തോളം ചിരിപ്പിക്കുന്നോ അത്രയും ക്യാഷ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അടുത്ത പ്രാവശ്യം അത് മനസ്സിലാക്കി വരിക. തീർച്ചയായും. ഓക്കെ, അപ്പം ഒരു 3 പേർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. തീർച്ചയായും. അപ്പൊ താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം വിളിക്കട്ടെ. വിളി ശ്രീജു ഉണ്ട്, ദീപ്തി ഉണ്ട്, കൊച്ചു പ്രതിഭട്ടുണ്ട്. ഒരു നല്ല കൈഡി. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെന്റെ കണ്ടോ കണ്ടോ ഏറ് കൊണ്ടിട്ടെത്ര നാളായി. അയ്യോ അത് കൊണ്ടില്ല. ഇതെന്തായാലും ഞാൻ കൊള്ളിക്കഞ്ഞ ഏറ് കൊണ്ടിട്ടെത്ര. അയ്യോ ഇതുകൊണ്ട് എന്നാ പരിപാടിയാടി? നീ 24 മണിക്കൂറും എന്റെ മാവിന് ചുറ്റി കിടന്ന് കിടക്കണത് നിനക്ക് പ്രാത. എന്റെ ചേട്ടാ, ഞാൻ ഒരു ഗർഭിണിയല്ലേ. എന്റെ മാവാണോ അതിന് കാരണം? അതല്ലെന്ന്, എനിക്കൊരു മാങ്ങ തിന്നാൻ കൊതിയായിട്ട് അത് പറിക്കാൻ വന്നതല്ലേ ഞാന്. നീ ഭൂമിയിലേക്ക് ഇറങ്ങും. അയ്യോ ഞാൻ എനിക്ക് ഇറങ്ങാം. എന്നൊന്ന് പിടിച്ചിറക്കുന്നു. ഇങ്ങോട്ട് വാങ്ങട്. അയ്യോ അയ്യോ എന്നെ താഴെ ഒന്ന് പിടിക്കുന്നേ. ദൈവം ഇവിടെ കമ്പാന്ന് പറഞ്ഞിട്ട് എന്നെ വച്ച എറിഞ്ഞേനെ ഇവള്. വാങ്ങട്. എന്റെ ഭഗവാനെ. അയ്യോ എന്ത് പരിപാടി ഞാൻ കാണിക്കണത്? എന്റെ ചേട്ടാ, എനിക്ക് കൊതിയായിട്ടല്ലേ ഞാൻ ഒരു മാങ്ങ പറിച്ച് തിന്നാൻ വന്നേരം. നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയത്? ഈ മാവ് എന്റെ ആരാന്നറിയാമോ? എടി എന്റെ മൂത്ത മോനാടി. ഇത് മൂത്ത മോൻ. ചുമ്മാതല്ലേ ഞങ്ങളുടെ കുളിമുറിൽ അങ്ങോട്ട് നിങ്ങളുടെ മോനൊരു കൊമ്പൻ ചാച്ചി വെച്ച് നിക്കണത്. അതല്ല ഞാൻ പറഞ്ഞത്. അയ്യോ എന്തോരം മാങ്ങയാ മാവില്. ഒരുപാട് കണ്ണേറി ഞാൻ കണ്ടിട്ടുണ്ട്. കാവ്യാമാധവന്റെ വോയിസില് കണ്ണേറടിക്കണ ഒരുത്തിന് ആദ്യമായിട്ട് ഞങ്ങൾ. ചേട്ടാ, എന്റെ കൊച്ചിനൊരു മാങ്ങ തിന്നാൻ കൊതിയായിട്ടല്ലേ. കൊച്ചുങ്ങൾ എന്നേലും ആഗ്രഹം പറഞ്ഞാ നടക്കുവാണെങ്കിൽ നമ്മൾ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണോടാ. സിദ്ധിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. നീ കാവ്യാമാധവൻ പറഞ്ഞാൽ ഞാൻ സിദ്ധിക്കും പറയും. ഇത്ര വലിയ വാശി എനിക്ക് ഒരു വർഷം മാങ്ങ തരൂലെന്ന്. ഒന്നാമതൊരു ഒരു BMW കാർ ഞാൻ അവിടെ മേടിച്ചിട്ടിട്ട് അതെന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി 3 അടി വഴി ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് തന്നത് ഒരടി. ഒരടി വഴി എന്റെ അച്ഛൻ തന്നില്ലേ, പിന്നെ എന്താന്നേ? വഴിയല്ലെന്നല്ല കർണക്കുറ്റിക്ക് ഒറ്റ അടിയത്. പിന്നെ ഞാൻ മാങ്ങ തന്നോ? അത് വേറൊന്നുമല്ല. നിങ്ങളുടെ കാറിന്റെ കളർ എന്താണ്? ചുമപ്പ്. ചുമന്ന കളർ ഉണ്ട്. എന്റെ അച്ഛൻ അപ്പം ഇളകും. ചുമന്ന കളർ കാണുമ്പോ ഇളകാനായിട്ട് നിന്റെ അച്ഛൻ ഈ പടക്കക്കാരൻ ദാസനല്ലേ, അല്ലാണ്ട് ജല്ലിക്കെട്ടുകാരെ കാളയാണോ? എന്നാ പറ്റിയ ഈ വക സാധനം അടിക്കല് കൊച്ചിന് ഇഷ്ടപ്പെട്ടല്ല. അങ്ങോട്ടൊന്ന് ചവിട്ടാൻ പറ്റുന്നുണ്ട്. ദൈവമേ, ഇങ്ങനെ ഉണ്ടോ ഒരു കൊച്ച്? എനിക്കൊരു വർഷം മാങ്ങ താ ചേട്ടാ. പിന്നെ മാങ്ങ മാങ്ങ തൊടരുത്. അയ്യോ അയ്യോ എന്തോന്ന് കാണിക്കുന്നത്? ഇവിടെ എന്തോന്ന് കാണിക്കുന്നത്? മാറിയില്ല. മാങ്ങ നിങ്ങളൊരു തള്ളയാണോ? ഒരു കൊച്ചിന്റെ കയ്യിൽ നിന്ന് മാങ്ങ തട്ടിപ്പറിച്ച് തിന്നാൻ നാണോ? മാങ്ങയല്ല ഞാനാ വീണത്. എടാ ഇത് ചെറുക്കണമെന്നല്ല, അതൊരു മുതുക്ക് കാരണല്ല. എനിക്ക് വിശന്നിട്ടാണ് ഞാൻ ഒരു ദിവസം മാങ്ങ പറിക്കാൻ വന്നത്. വിശന്നിട്ടാ? ഇത്രയും വയറ് വീർത്തിരുന്നിട്ടാ? അയ്യോ ഇത് ഗർഭിണിയാടാ ഞാൻ. സോറി പെങ്ങളെ, എനിക്ക് അറിഞ്ഞൂടാ പറ്റിപ്പോയി. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാനാ? അണ്ണഞ്ഞു വാ പറഞ്ഞുതരാം. ഞാൻ ഈ മാവ് കൊണ്ടുവന്നതാ. മാവ് കൊണ്ടുവരാ? നീ ആരും മലയണ്ണാനാ? മലയണ്ണാനല്ലെന്ന്. ഞാൻ ഈ മാങ്ങയൊക്കെ മൊത്തം എടുക്കുന്ന ആളാ. നീ പറഞ്ഞ കേട്ടാ തോന്നുന്നു എനിക്കൊരു മാങ്ങ മൊത്തത്തിൽ പൊക്കാനുള്ള ശക്തി ഇല്ലാത്തവനാണ്. നീ എന്നെ കളിയാക്കണോടാ. മാങ്ങാ മൂസ. മാങ്ങാ ജ്യൂസ. മാങ്ങാ ജ്യൂസ് എന്നല്ല പറഞ്ഞ, മാങ്ങാ മൂസ. നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ചേച്ചി ഒരു മിനിറ്റ്. ഈ മാങ്ങ എടുക്കുന്ന ആളാണ് മൊത്തത്തിൽ ബിസിനസിന്റെ ഞാനൊന്ന് പറഞ്ഞോട്ട് സുഹൃത്തെ. അപ്പൊ ഈ മാവ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാ. ഇതിലുള്ള മാങ്ങ എല്ലാം കൂടെ എനിക്ക് പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഈ മാങ്ങ മൊത്തം എടുത്തിരുന്നെങ്കിൽ എനിക്ക് എത്ര ഇത് വലിയ ശല്യമായാലും ഇത് മിണ്ടരുത്. ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കും എന്റെ ഇടയിൽ കേട്ടോ ചേച്ചി. അപ്പൊ ഈ കേട്ടോ ചേച്ചി, ഈ മാങ്ങ മൊത്തം എനിക്ക് തരുമോ? ഞാൻ ചോദിച്ചിട്ട് എനിക്കൊരു മാങ്ങ ഇല്ല. പിന്നെയാണ് നിനക്ക് ഇത് മുഴുവൻ തരാൻ പോണത്. പോയാടാ. അപ്പൊ നിങ്ങളല്ലേ ഇതിന്റെ മുതലാളി?
അപ്പൊ ഈ മാവിന്റെ ഓണർ ആരാണ്? മാങ്ങാണ്ടി. മാങ്ങാണ്ടി? ആ മാങ്ങാണ്ടി കിളത്ത് വരുമ്പോഴാണ് വലിയ മാവായി വന്നത്. ഏതാ മാങ്ങാണ്ടി? നീ ആക്കിട്ട് മൂടി വെച്ചേക്കൾ. സർഗവേദികളെ സ്വർഗഭൂമികളെ യവനികഞ്ഞൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയാ കാലം കഥകളിൽ ഉണരുകയാ. അണ്ണാ മാങ്ങ. നീ അവളായിട്ടല്ല ഡീൽ ഉറപ്പിച്ചേ. നീ ഉറപ്പിക്കേ. അണ്ണാ മനഃപൂർവ്വം അല്ലല്ലോ, കണ്ട മുതലാളിയാണെന്ന് തോന്നണ്ടേ. ഞാൻ വിചാരിച്ചു പറക്കാൻ വന്ന ഏതോ കൊച്ചു പയ്യനാണെന്ന്. കൊച്ചു പയ്യനാണെന്നല്ലേ വിചാരിച്ചു, അല്ലാണ്ട് ചില ആൾക്കാരുടെ കൂട്ട് തള്ളച്ചിയാണെന്നും വിചാരിച്ചില്ലല്ലോ. ഈ വക സാധനം അടിക്കലേ കൊച്ചു ചവിട്ടണെന്ന്. നീ എന്നെ തീ തുറന്നു വെച്ച് താഴെ വെച്ച്. പിന്നെ എനിക്ക് ഈ മാങ്ങ മൊത്തത്തിലൊന്ന് വേണമായിരുന്നു. ഈ മാങ്ങ മൊത്തത്തില് നിനക്ക് തരാം. ഇവക്ക് ഇതിനകത്ത് ഒരു കഷ്ണം പോലും കൊടുക്കില്ല. എന്തൊരു സ്വഭാവം നോക്ക്. ആ സ്വഭാവമാണ് അങ്ങനെ തന്നെ. മൂവാണ്ടൻ. എങ്ങനെ മനസ്സിലായി? പൂ മണത്താ ഞാൻ പറയല്ലോ മാങ്ങ ഏതാണെന്ന്. എന്റെ മാങ്ങാ ശാസ്ത്രജ്ഞ, അത് മീൻ്റെ മുള്ള ഏതാണ്ട് കാക്ക കുട്ടി കൊണ്ടുപോയിട്ടത്. എന്ത് തന്നാ തരും? കാശ് തന്നാ തരും. അതെനിക്കും അറിയാം. എത്ര തരേണ്ടി വരും? ഇതിനിപ്പോ ഒരു 10,000 രൂപ ചെന്നേരെ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അത് ശരിയാ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നടുക്ക് മാത്രമേ മാങ്ങയുള്ളൂ. അതിന്റെ കാശ് ഞാൻ തരും. എടാ മത്തക്കണ്ണ, അതല്ല പറഞ്ഞേ, അത് മൊത്തത്തില് മാങ്ങ. നമ്മൾ ഈ കച്ചവടക്കാരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നേരെ നിന്ന് സത്യം പറയും. ത്രാസ്, ഞെട്ടില്ല വട്ടയില്ല, പപ്പടം, കിക്കിലിക്കും കിളികിലിക്കും ഉത്തരത്തി ചത്തിരിക്കും. താക്കോല്. നീ കടങ്കഥ പുളുത്താൻ വേണ്ടി വന്നാണോ ഇങ്ങോട്ട്? അത് മാങ്ങാ കച്ചവടത്തിന് വന്നോ? മാങ്ങ കച്ചവടത്തിന് അത് പറയടാ. ചേട്ടാ ഇതിപ്പോ നോക്കിയിട്ട് ഒരു 5,000 രൂപ അങ്ങോട്ട് തരും. എടാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വെറും 5,000 രൂപ കിട്ടിയിട്ട് ഇത് കച്ചവടം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം. 300 ഏക്കർ തേയിലത്തോട്ടം, 10-14 പെട്രോൾ പമ്പ്, ചെമ്മീൻ കെട്ട്, ഇതൊക്കെ ഉള്ള ആസ്തിയുള്ള ഒരു കോടീശ്വരനാണ് ഞാൻ. കോടീശ്വരൻ. ചേട്ടാ ഈ മാങ്ങടിക്ക് കൂട്ടൊക്കോ. അണ്ടിക്കഞ്ഞിയും വച്ചു കുടിച്ച് തൊണ്ടി പോയി മലന്ന് കിടക്ക്. 3 ഏക്കർ റബ്ബറും തോട്ടം, പെട്രോൾ പമ്പ്, ചെമ്മീൻ കെട്ട്, മുതലാളിയുടെ വായി നിന്ന പാട്ട് ഒന്നുകൂടെ പാടണ. അണ്ടിക്കഞ്ഞിയും വച്ചു കുടിച്ച് തൊണ്ടിപ്പോയി മലന്ന് കിടക്ക. കഷ്ടം. ഇതിപ്പോ എനിക്ക് എത്ര രൂപയ്ക്ക് തരുമെന്ന് പറ. ഒരു കാര്യം ചെയ്യാം, ഒരു 7,000 രൂപ. 7,000 രൂപ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. നമ്പർ ഇഞ്ഞതാ. എന്റെ അനിയ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എടാ ഇതിന് മധുരവും ഇല്ല പുളിപ്പുമാണ്, മേടിക്കില്ലടാ. നഷ്ടമാണോ? പിന്നല്ലാണ്ട്. ഈ ഉളിപ്പില്ലാത്തവളെ പലതും പറയും. അവൾക്ക് ഈ മാങ്ങ മൊത്തം തിന്നണം, അതാ അവക്കടെ ഉള്ളിലിരിപ്പ്. എടാ ഇതിലും കുറച്ച് കാശുള്ള വേറെ മാവും തൊട്ടോ മാങ്ങ ഞാൻ കാണിച്ചു തരാം. 3,000 രൂപയുടെ സാധനം കിട്ടും. നീ വാ, നമുക്ക് പോയിട്ട് നോക്കാം. ഈ പിശാച് സമ്മതിക്കും. 5,000 രൂപ ഉറപ്പിച്ചു. എന്നാ പിന്നെ ഞാൻ ഗൂഗിൾ പേയിലോട്ട് നമ്പർ ഇട്ടാ. നമ്പർ ഒന്ന് പറ. 9037 65 62 67. 5,000 രൂപ പോയാ ആയിട്ടുണ്ട്. അടിപൊളി. പിന്നെ അടുത്ത ആഴ്ച വന്ന് ഞാൻ പറിച്ചോളാം. പറ്റില്ല. പറക്കുകയാണെങ്കിൽ ഈ സെക്കൻഡിൽ പറിച്ചോ. എന്ന് പറഞ്ഞാൽ ഞാൻ പണിക്കാരൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഈ മാവൊക്കെ നോക്കി നിർത്തിയിട്ട് അങ്ങ് പോവും. ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് പറിക്കും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലെന്ന്. ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവള് പൈസ കൊടുത്ത് കല്ലറിയിപ്പിച്ച് മാങ്ങ മൊത്തം തിന്ന് കിടക്കും. അതാ പറഞ്ഞ നീ ഇപ്പൊ തന്നെ പറിച്ചോ. ആണോ? പിന്നെ വിളിക്കാം. അങ്ങനെയല്ലേ വേണം. നിങ്ങൾക്ക് നിസാര കാശിന് ഈ മാങ്ങ മുഴുവൻ പോയില്ലേ? നഷ്ടക്കച്ചവടം ഇപ്പില്ല. അങ്ങനെ വേണം. ഒരു മാങ്ങ എനിക്ക് തന്നേച്ചെങ്കിലാ. ആർക്ക് നഷ്ടം? എന്ത്? എനിക്കൊരു നഷ്ടമില്ല. എടി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങ കുറച്ചുകൂടെ വലുതാവും. വലുതായി കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴുക്കുത്തുണ്ടാവും. നഷ്ടം ഈ പൊട്ടനല്ലേ, പൊട്ടൻ. എന്തോന്ന് പറഞ്ഞ? ഇത് പുഴുക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞതാ. പുഴുക്കുത്തന്നല്ലേ മാങ്ങയ്ക്ക്? ഞാൻ കേട്ട്. ശരിക്കും മാങ്ങയ്ക്കല്ല പുഴുക്കുത്ത്. ഞാനിത് ഇവിടുന്ന് പറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് തന്നെ ഇത് വെട്ടി എരിഞ്ഞ് ഞാൻ അച്ചാറാക്കി കൊടുക്കും. മാങ്ങയ്ക്കകത്തല്ല പുഴുക്കുത്ത്, നിങ്ങളുടെ മനസ്സിനാ പുഴുക്കുത്ത്. അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു പെങ്കൊച്ച് ഇത്രയും നാൾ മാങ്ങാന്ന് പറഞ്ഞ് നിന്ന സമയം നിങ്ങൾ ഒരു മാങ്ങെങ്കിലും നിങ്ങൾ കൊടുക്കൂലേ? നിങ്ങൾ കൊടുത്തില്ലല്ലോ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കള് നിങ്ങളുടെ മനസ്സിനാണ് പുഴുക്കുത്ത്. പിന്നെ പെങ്ങളെ ഒരു കാര്യം, ഞാൻ ഇതിൽ നിന്ന് മാങ്ങ പറിക്കുന്ന സമയത്ത് എത്രയാന്ന് വെച്ചാൽ ആവശ്യമുള്ള കഴിച്ചോ, ബാക്കിയുള്ളത് മതി എനിക്ക്. വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, കഥയിലെ വില്ലൻ ഞാൻ തന്നെ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഈ വക വളിപ്പ് സാധനം അടിക്കല്ലേ, കൊച്ചിന് പിടിക്കല്ലേ, കൊച്ചു ചവിട്ടണെന്ന്. ഇങ്ങനെ ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ഒരു കൊച്ച് കഷ്ടം.
നല്ലൊരു കൈഡ് വരട്ടെ. ഇനി ചേട്ടാ, ഒരു വൃക്ഷത്തെ ബേസ് ചെയ്തിട്ട് മാത്രം ഒരു ഹ്യൂമർ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര പണിയല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. അതിന് പരമാവധി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അപാകതയുമാണ്. കാരണം ഒരു വിഷയം വന്നിട്ട് തുടങ്ങാൻ വേണ്ടി മാത്രം ഒരു മാവ് എന്നുള്ളത്. പക്ഷെ ആ ഒരു പ്രോപ്പർട്ടീനെ നിങ്ങൾ വളരെ കെയർ ചെയ്ത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നല്ല ടേക്ക് ഓഫ് ഉണ്ടായിട്ട് ലാൻഡിങ് അത്ര അങ്ങ് സുഖകരമായില്ല. ഇപ്പോൾ ഒരു മെസ്സേജിലൂടെ വന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു മെസ്സേജാണ് ആ കൊടുത്തത്. കാരണം മിക്ക വീടുകളിലും മാങ്ങയിലെ കല്ലെറിഞ്ഞ ചീത്ത വെക്കും നമ്മൾ, അല്ലേ? ഇതാരാ ത്രെഡ് ആരാണ്? സുദർശനാണ് ത്രെഡ്. ആണോ? അല്ല, എന്താ ഞാൻ നല്ല ഈ മാങ്ങേനെ കുറിച്ച് നല്ല ഇൻഫർമേഷൻ ഉള്ള ആളാണ്. അത് ഈ സീസണിൽ തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചു. അതെ, മാങ്ങാ സീസണിൽ തന്നെയാണ്. പക്ഷെ ഇതാണ് അതിന്റെ തമാശക്ക് പരിധിയുണ്ട്. അത് നിങ്ങളെ കുറ്റപ്പെടുന്നതല്ല, ആ ത്രെഡിന്റെ ഒരു പ്രശ്നമാണ്. ചില ത്രെഡുകൾ അങ്ങനെയാണ്, അത്രയും പറ്റുള്ളൂ. അതിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ത്രെഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കൺഫ്യൂഷനായിരുന്നു മൊത്തം. ആദ്യമേ തൊട്ടേ നിങ്ങളുടെ ബാലൻസ് പോയി ഒരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു, ഇല്ലേ ശ്രീജു? പ്രദീപിൽ നിന്നാണ് കൂടുതലും എനിക്കത് ഫീൽ ചെയ്തത്. പ്രദീപിൻ്റെ ഫസ്റ്റ് പോർഷൻ തൊട്ടേ ആ ഒരു കളിയുടെ ഒരു ഉണർവ് കുറവുണ്ടായിരുന്നു. കാരണം നിങ്ങൾ വരുമ്പോൾ ഈ ലെവലല്ല കളിക്കുന്നത്. ടിനി പറഞ്ഞ പോലെ മാങ്ങയുടെ ഒരു മാവ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തിലും കൗണ്ടറുകൾ ഉണ്ടാക്കാമല്ലോ. ഇപ്പം മരണ വീട് എഴുതാൽ അവിടെയും നമ്മൾ കൗണ്ടറുകൾ ഉണ്ടാക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന വലിയ കൗണ്ടറുകളൊന്നുമില്ല. ഉള്ളതൊക്കെ അവിടെ ഇവിടെ ആയിപ്പോയി. മൊത്തത്തിൽ നിങ്ങളുടെ മുഖത്ത് തന്നെയുണ്ട് ഒരു ആത്മവിശ്വാസക്കുറവ് കിടപ്പുണ്ട്. സത്യമല്ലേ ശ്രീജു? അതെ. അതാണ്. റിഹേഴ്സൽ കുറവുണ്ടായിരുന്നോ? റിഹേഴ്സലിൻ്റെ കുറവുണ്ടായിരുന്നല്ലേ? അപ്പം എന്തോ ഉള്ളത് കുറച്ചുകൂടെ ഫാസ്റ്റൊക്കെ ആയിട്ട് ഇച്ചിരി ഇതായിട്ട് കളിച്ച് പോയിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് എത്തിക്കായിരുന്നു. എങ്കിലും മോശമല്ല എന്നേ പറയാനുള്ളൂ. അത് പോരാ, നമ്മുടെ ഒരു ചിരി നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ചിരിയാണ് നമുക്ക് ആവശ്യം. ആ ചിരി ഇതിൽ വന്നില്ല. അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രദീപ്, ശ്രീജു, ദീപ്തി, തമാശകളുടെ കുറവ് ഒരുപാടുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞുകൊണ്ട് തുടക്കമൊക്കെ നന്നായിരുന്നു. കാരണം നമ്മൾ കാണുമ്പോൾ ഒരു ഗർഭിണി മാവിൽ കല്ലെറിയുമ്പോൾ നമുക്കറിയാം, പഴയ ആളുകളൊക്കെ പറയും എപ്പോഴും മാങ്ങ തിന്നാനും പുളിയൊക്കെ തിന്നാനും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതുമ്മ പിടിച്ച് കുറേ തമാശകൾ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷെ അതിനുശേഷം ഈ തമാശ പറഞ്ഞാൽ ഏൽക്കാത്ത തമാശകൾ വരുമ്പോൾ കൊച്ചു ചവിട്ടുന്നതല്ലാതെ പിന്നെ വേറെ ഒന്നും കണ്ടില്ലായിരുന്നു. പിന്നെ എനിക്കാകെ ചിരി വന്ന കർട്ടൻ പൊക്കുന്ന സാധനമില്ലേ, അതിനൊക്കെ ഒരു അവിടെ ഇവിടെയൊക്കെ ചിരി ഉണ്ടായിരുന്നു. ചിരി ഇല്ലായിരുന്നു പറയാൻ പറ്റില്ല, ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം മുതൽ അവസാനം വരെയും നമ്മുടെ ഈ ഫ്ലോറിന് വേണ്ട ഒരു ചിരി കിട്ടിയില്ല, തമാശകൾ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഡൗട്ട് വെച്ച് കളിച്ചതിൻ്റെ ഒരു അവസാനം എന്തായി ഒരു സെൻറ്റർ ഭാഗമൊക്കെ വന്നപ്പോൾ ഭയങ്കര അങ്ങ് ഡൗൺ ആയി. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇവിടുന്ന് ചിരി കുറവാണെന്നുള്ളത്. ആ ചിരി കുറവ് നമ്മൾ ബോധമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ച് അങ്ങോട്ട് പറഞ്ഞ് ക്ലൈമാക്സിൽ അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ഇന്ന് പഠിച്ചൊരു കാര്യമാണ്. നേരത്തെ നമ്മളും അങ്ങനെ ചെയ്തിരുന്നതാണ്, നമുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇനി മേലിൽ ചെയ്യരുത്, നമ്മളങ്ങനെ ചെയ്തിരിക്കുക. 3 പേർക്കും പൂണ്ട് വിളയാടാൻ പറ്റുക. കാരണം ശ്രീജുവും പ്രദീപൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് കറങ്ങുന്ന ആൾക്കാരാണ് കോമഡി അടിച്ച്. അപ്പോൾ ഈ സ്കിറ്റിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു സമയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മാവൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആ മാവ് ആർട്ടിനോട് കയ്യടി കൊടുക്കേണ്ട എന്തായാലും. കാരണം നല്ല മാവ് നല്ല മാങ്ങയൊക്കെ ഉണ്ടായിട്ട് നല്ല, എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം നികത്തിയിട്ട് നല്ലൊരു ഹ്യൂമറും നല്ലൊരു ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് എന്തായാലും വരും. നമുക്കറിയാം തിരിച്ച് നിങ്ങൾ എന്തായാലും വരും, അല്ലേ ശ്രീജു? അങ്ങനെ ഒരു എന്താ ഒരു ശബ്ദമൊക്കെ എടുത്തിട്ട് പോകുന്ന ആളാണ് ശ്രീജു ഒക്കെ, അല്ലേ? അങ്ങനെയാണ്. എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ. അടുത്ത പ്രാവശ്യം നല്ല സ്കിറ്റായിട്ട് വരിക. ഇപ്പം ഇങ്ങനെ പോട്ടെ, ഇന്ന് നമ്മുടെ ഡേ അല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഈ സ്കിറ്റിന് മാർക്ക് ആരാണ് ആദ്യത്തെ മാർക്ക് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. ചേട്ടാ കൊടുക്ക്. ഞാനൊരു 8000 രൂപ കൊടുക്കാം. 8000 രൂപ. അടുത്ത് ഞാനൊരു 6000 രൂപ. ടോട്ടൽ 14000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ ഞാൻ അധികം പിശുക്ക് കാണിക്കുന്നില്ല. ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. അടുത്ത പ്രാവശ്യം വരെ ഒരു നൈറ്റായിട്ട് പറഞ്ഞ ശ്രീജോ. കേട്ടോ ചേട്ടാ? തീർച്ചയായിട്ടും. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. തൽക്കാലം ഇന്ന് നിങ്ങൾ ഇത്രയും ചിരിച്ചാൽ മതിയാ. നമ്മളങ്ങനെ തീരുമാനിക്കണം. കാരണം ഇനി സമയമില്ല, നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിനോട് സമയം എടുക്കണം, അത് നമുക്ക് പറ്റില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ചിരിക്ക് വിട. ഒരു സ്പെഷ്യൽ കൈഡ് നിങ്ങൾ 3 പേരും ഇവർക്ക് കൊടുക്കണം. ഇത്രയും എനർജിയുള്ള, ഇത്രയും ഫുൾ ടൈം ചില്ലായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് കിട്ടിയിട്ടില്ല. ചാലക്കുടി നിന്നാണ് കിട്ടിയത്. ചാലക്കുടി മെർച്ചന്റ് അസോസിയേഷന്റെ വനിതാ വിങ്ങിലെ സുന്ദരികളാണ് ഇരിക്കുന്നത്. ഒരു കൈ സന്തോഷമായല്ലോ, അല്ലേ? ഇതേപോലുള്ള എനർജി, ഇതേപോലുള്ള ചിരി ഞങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ വേണം. നമുക്ക് എന്നാ അങ്ങോട്ട് പോയാലോ? ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.